കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ഇപ്പോഴും ഇതുപോലെയാണ് കണ്ണ് വരയ്ക്കുന്നതെങ്കിൽ എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ണ് എളുപ്പത്തിൽ വരയ്ക്കാമെന്ന് പഠിക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ലെങ്ത് അനുസരിച്ച് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി അവിടെ നിന്ന് മുകളിലോട്ട് ഇതേപോലെ നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. പിന്നെ കൃഷ്ണമണിയാണ് വരയ്ക്കേണ്ടത്. കൃഷ്ണമണി വരയ്ക്കുമ്പോൾ ഫുള്ള് റൗണ്ടായിട്ട് വരയ്ക്കാണ്ട് കുറച്ച് ഭാഗം കാണാൻ പറ്റില്ലല്ലോ, അത് വരച്ചു കൊടുക്കുക. പിന്നെ എല്ലാവരും വിട്ടുപോകുന്ന മെയിൻ ഭാഗമാണ് ഇതുപോലെ വാട്ടർ ലൈൻ വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ മുകളിലും താഴെയും ആ കൺപിയിൽ നിൽക്കുന്ന സ്ഥലമില്ലേ, ആ വാട്ടർ ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മുടെ കൃഷ്ണമണി എങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ നോക്കാം. നടുക്കത്തെ ആ ഒരു പ്യൂപ്പിളും പിന്നെ ആ ഒരു ഫുൾ ഔട്ട്ലൈനും ഞാൻ ഇവിടെ ചാർക്കോൾ പെൻസിലെ സോഫ്റ്റ് യൂസ് ചെയ്ത് നല്ലതായിട്ട് ഡാർക്കൻ ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ട് ഐറിസ് എങ്ങനെ ഉണ്ടാവും നമുക്കറിയാമല്ലോ, അതുപോലെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി ഈ ഭാഗങ്ങളൊക്കെ 2Bയും 4B ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. പിന്നെ കൃഷ്ണമണിയുടെ ആ വെട്ടം അടിക്കുന്ന ഭാഗത്ത് ഞാൻ ഒരു പെൻസിൽ റേസർ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ സാധനമാണ് ഈ കൺപീലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐലാഷ് വരയ്ക്കുന്ന സമയത്ത് അത് കുളമായ നമ്മുടെ പടം മൊത്തത്തിൽ കുളമാവും. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഐലാഷസ് വരയ്ക്കുന്ന വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം ഇതിലെല്ലാം കൂടി പറയുമ്പോഴത്തേനും വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കാണിക്കുന്നത്. ഇത് വരയ്ക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ കണ്ണിൻ്റെ അകത്ത് ഒന്ന് വരയ്ക്കാണ്ട് ആ വാട്ടർ ലൈനിൻ്റെ പുറത്തായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മുടെ പടം റിയലിസ്റ്റിക് ആവാൻ വേണ്ടി ഞാൻ ചെറിയ വെയിൻസ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അത് HB യൂസ് ചെയ്ത് വരച്ചാണ്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിഫ്ലക്ഷൻ അടിച്ച് നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പടം റിയലിസ്റ്റിക് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ വരച്ച കണ്ണിൻ്റെ ഫോട്ടോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.